നമുക്ക് ഇതിന്റെ അകത്ത് നടന്ന കാര്യം എനിക്ക് പുറത്തു പറയാൻ പറ്റില്ല. ഞങ്ങൾ ലീഗിന്റെ അകത്ത് എടുക്കുന്ന ചർച്ചകളുണ്ടാവും. ചർച്ചകളുടെ അന്തിമമായി എടുക്കുന്ന തീരുമാനം എനിക്ക് പുറത്തു പറയാനുള്ള അവകാശമുണ്ട്. മറ്റൊരു കാര്യം, UDF വലിയ അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു ആദ്യ സമയത്ത്. കാരണം 24 മണിക്കൂറിനകം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പക്ഷേ ഈ ചർച്ച അൻവറിന്റെ വരവ് പോക്ക് തുടങ്ങിയ ചർച്ച ഇങ്ങനെ അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോയെന്നൊരു വികാരമുണ്ടോ? നമുക്ക് ഒരു തെരഞ്ഞെടുപ്പാവുമ്പം തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ഇതുപോലെ ചർച്ചകൾ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ പാലക്കാട് നിങ്ങൾ എടുത്തു നോക്കും. പാലക്കാട് മാങ്കൂട്ടം വരുന്നതിനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ചർച്ചകൾ ആദ്യഘട്ടത്തിൽ നടന്നു. പക്ഷേ ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പ്രവർത്തന പഥത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റക്കെട്ടാണ്. പിന്നെ അവിടെ വേറെ നോക്കാനില്ല. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് ബഹുഭൂരിപക്ഷത്തിൽ അവിടെ വിജയിപ്പിച്ചില്ലേ? അതേപോലെ ഇതിന്റെ തുടക്കത്തിൽ പിന്നെ ഏതൊരു തെരഞ്ഞെടുപ്പിലും ഉള്ളതാണ്. അത് അവർക്കുമുണ്ട്, നമുക്കുമുണ്ട്. ആ ചർച്ചകളൊക്കെ ഒരു ഘട്ടം വരെ എത്തി. അവർക്കിപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി അവർ കുറെ തപ്പി നടന്നു. പലവരുടെയും വാതിൽക്കൽ പോയി മുട്ടി നോക്കി. അവസാനമാണ് അവർ തീരുമാനിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടി തന്നെ മത്സരിക്കാവുന്നത്. അപ്പം അതേ വിഷയം അവരുടെ ഇടയിലും ഉണ്ട്. പക്ഷെ അവരുടേത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ചർച്ച ഇന്നിപ്പോൾ കൺവെൻഷൻ നടക്കുകയാണ്. കൺവെൻഷനോടുകൂടി എല്ലാ ചർച്ചകൾക്കും വിരാമമിട്ടുകൊണ്ട് ഇനി പ്രവർത്തിക്കുക എന്നുള്ളതിലേക്ക് UDF കടക്കുകയാണ്. രാഹുൽ നേരെ അർദ്ധരാത്രി പോയൊരു ചർച്ച നടത്തി. അത് കോൺഗ്രസ് തള്ളി പറഞ്ഞു. പക്ഷെ ആ ഒരു ചർച്ചയ്ക്ക് അനാവശ്യമല്ല. അതല്ലേ, അത് കോൺഗ്രസിനകത്തുള്ള വിഷയങ്ങളാണ്. കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ടാവും, ചർച്ച ചെയ്യാതിരിക്കുന്നുണ്ടാവും. അത് നമ്മുടെ വിഷയമല്ല. നമുക്കിപ്പോൾ ഒരു ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥിയെ ഇനി ഏതായാലും മാറ്റാൻ പോകുന്നില്ലല്ലോ. ആ സ്ഥാനാർത്ഥിയെ ബഹുഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നുള്ളതല്ലേ ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അത് നമ്മൾ പരമാവധി ചെയ്യുക എന്നുള്ളതാണ്. UDF ഏത് കാൻഡിഡേറ്റിനെ നിർത്തിക്കഴിഞ്ഞാൽ ആ കാൻഡിഡേറ്റിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഒരു പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. അതിപ്പം അൻവറിന്റെ ഒരു വിഷയമല്ല. അത് അൻവറാണല്ലോ ആലോചിക്കേണ്ടത്. അല്ല, അത് അൻവർ ആലോചിക്കേണ്ട കാര്യമാണ്, നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഗോതയിൽ നിൽക്കുകയാണ്. അപ്പൊ ഇന്ന് UDFന്റെ കൺവെൻഷൻ വരുന്നതോടുകൂടി നമുക്കിനി വേറെ കാര്യങ്ങൾ ആലോചിക്കാനുള്ള സമയമില്ലല്ലോ. ഇനി ഉണ്ടെങ്കിൽ അത് ആ ഘട്ടത്തിൽ വരട്ടെ, ആ സമയത്ത് നമുക്ക് ആലോചിക്കാം. മറ്റൊന്ന്, UDF ഒരു ഘടകകക്ഷി നേതാവാണ് BJP സ്ഥാനാർത്ഥിയായി. അപ്പൊ UDF ഒരു കാൻഡിഡേറ്റിനെ ദാനം ചെയ്തു എന്നാണ് സീറ്റും പറയുന്നത്. അല്ല, അങ്ങനെ ഇപ്പൊ ഓരോ പാർട്ടിയിൽ നിന്നും ഓരോരുത്തർ വേറെ പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ദാനമാവുക? നമ്മൾ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് പെർജിങ് എന്ന് പറയും. ചില ആളുകൾ അവർക്ക് അതൃപ്തി തോന്നുകയാണെങ്കിൽ ഈ ചക്കയുടെ കുരു ഇങ്ങനെ പേജ് ചെയ്യുന്ന പോലെ പേജ് ചെയ്താൽ അങ്ങനെ പേജ് ചെയ്ത പല ആൾക്കാരും പല സ്ഥലത്തും ഉണ്ടാവും. അവരെ പലരും തേടിപ്പിടിച്ച് സ്ഥാനാർത്ഥികളാക്കുവാണ്. അങ്ങനെ കരുതിയാൽ മതി.